ഞാൻ ഇന്നൊരാളെ പരിചയപ്പെടുത്താം. സ്വന്തമായി 23 കോൽ ആഴമുള്ള കിണർ ഒഴിച്ച് വിജയം കൈവരിച്ച് വെള്ളം കണ്ട ഒരു വ്യക്തിയാണ്. അതിലും വലിയൊരു കാര്യം, നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണ്. ഒരു പാട്ട് പാടി. ഒരു കാത്തിനോളാണ് ഒരു പാട്ടിൽ നീളം കേൾക്കണം, എൻ കാതിൽ വന്നു കഥ ചൊല്ലാണ്, എന്റെ കുറി വരച്ചാലും കുരിശു വരച്ചാലും കൊണ്ടിട്ട് നമസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന്. ഹൃദയം ദേവാലയം, ഹൃദയം ദേവാലയം, പോയ വസന്തം നിറമാല ചാർത്തും ആരണ്യ ദേവാലയം, കര കാണാതൊരു നാടും. ഞാനിപ്പോ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ വേങ്ങാട് പഞ്ചായത്ത് ഊർപ്പള്ളിയിലാണ്. ഇവിടെ വരാൻ കാരണം എൻ്റെ ഒരു സുഹൃത്ത് വിപിൻ ആണ്. വിപിൻ പറഞ്ഞു, സുരേഷ് ഏട്ടാ, ഗോപാൽജി നല്ലൊരു ആളെ ഞാൻ പരിചയപ്പെടുത്താം, വളരെയധികം വ്യത്യസ്തനാണ്, അപ്പൊ അദ്ദേഹത്തെ പോയി കാണണം എന്ന് പറഞ്ഞിട്ട് വിപിൻ പരിചയപ്പെടുത്തിയാണ്. വിപിൻ ഉണ്ടാവുമായിരുന്നു ഇന്ന്, പക്ഷേ ആൾക്ക് ഡ്യൂട്ടിയാണ് ഇന്ന്. ആള് നല്ലൊരു തെയ്യം കലാകാരനാണ്, നല്ലൊരു പാട്ടുകാരനാണ്, നല്ലൊരു മനുഷ്യസ്നേഹിയും കൂടിയാണ്. എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതാണ് ആള്. എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ട്, അതെല്ലാം വേറെ അവസരത്തിൽ പേര് പറയാം. പിന്നെ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആളെ കാണാൻ നമുക്ക് പോവാലോ. അദ്ദേഹത്തിന്റെ വീടിന്റെ അടുക്കളപ്പുറത്താണ് ഉള്ളത്. അടുക്കളപ്പുറത്താണ് ഈ ഒരു സംഭവം കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ അടുക്കളപ്പുറത്തൂടെ വരുന്നതും അതുപോലെ കാണിക്കാൻ പോകുന്നതും. ഈ കാണുന്നതാണ് ആള്. നമസ്കാരമുണ്ട്. നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖം. എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ അല്ലെ? എന്തായിട്ടാണ്? ഞാൻ അവിടെ ക്ലീനേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. എത്ര വർഷമായി? 2 വർഷമായി. 2 വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നല്ലേ? അപ്പൊ നമ്മുടെ വിപിൻ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്, മനസ്സിലായല്ലോ. അപ്പോ വിപിനെ ഇതാ ഞാനിവിടെ വന്നിട്ടുണ്ട്, ഖാദറിന്റെ എന്റെ കൂടെ. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. സംഭവം എന്തെന്ന് വെച്ചാല് ഞാൻ തന്നെ പറയണമെന്ന് പറയണം. സംഭവം, ഈ വീട്ടിന്റെ കിണറ് ഒറ്റക്ക് കുഴിച്ച് ആളാണിത്. കിണർ എന്ന് പറഞ്ഞ ചെറിയൊരു കിണറൊന്നല്ല കേട്ടോ. 23 കോലാണ്. 23 കോൽ ആഴമുള്ള ഒരു കിണർ ഒറ്റക്ക് കുഴിച്ചാണ്. എന്തായാലും ഒറ്റക്ക് കുഴിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേങ്കിൽ ഈ ഇദ്ദേഹത്തിന്റെ മക്കളും ഇദ്ദേഹവും കൂടി മാത്രം തന്നെയാണ് കുഴിച്ചത്. നമുക്ക് ആ കിണറൊന്ന് ജസ്റ്റ് കിണറിന്റെ അടുത്തൊന്ന് പോയാലോ അല്ലെ? വാ, കിണറിന്റെ അടുത്ത് നമുക്ക് പോയിട്ട്, കിണർ ഇതിലേ പോയാൽ ചിലപ്പോൾ കിണറിന്റെ ആ ആഴം കാണാൻ പറ്റില്ല. നമുക്ക് ആഴം കാണിച്ചു തരാം. എന്തായാലും ഇതാണ് നമ്മുടെ കിണർ അല്ലേ? ഇവിടുന്ന് പുറത്ത് നിന്നാലും എന്തായാലും നമുക്ക് കാണാൻ പറ്റില്ല. എന്നാലും കുറച്ചൊന്ന് പുറത്തുകൂടി നമുക്കൊന്ന് കാണിക്കാം. ഭയങ്കര ബുദ്ധിമുട്ടാണ് പുറത്തൂടെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ എന്തായാലും അകത്തൂടെ കാണിക്കാം. ഇപ്പം വെള്ളം കണ്ടല്ലേ? വെള്ളം കണ്ടു. വെള്ളം എത്ര ദിവസമായി കാണാൻ തുടങ്ങിയിട്ട്? ഒരു 2 ആഴ്ച. അല്ല, വെള്ളം കണ്ടിട്ട് എത്ര ദിവസമായി? 2 ആഴ്ച. 2 ആഴ്ചയായി അല്ലേ? പിന്നെ ഈ കിണർ കുഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ. സാഹചര്യം, ഞാൻ 2-3 വർഷമായി ജപ്പാൻ കുടിവെള്ളം ഉപയോഗിക്കുന്നത്. പൈപ്പ് ലൈൻ അല്ലേ? അത് ബ്ലീച്ചിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് കുട്ടികൾ കുടിക്കുമ്പോൾ അവർക്ക് വയറുവേദനയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചത്. അങ്ങനെ സ്വയം ഇതിന് ഇറങ്ങുകയായിരുന്നു. സ്വയം തീരുമാനിച്ചല്ലേ? വീട്ടുകാരുമായിട്ട് ആലോചിച്ചോ? വീട്ടുകാർ നല്ല സപ്പോർട്ട് വന്നു, അവര് സമ്മതിച്ചു. അതെ. അപ്പൊ ഈ കിണറിന്, നമുക്കിപ്പോ കിണറിന് സ്ഥാനമൊക്കെ ഉണ്ടല്ലോ, അതെ, അതൊക്കെ കണ്ടിരുന്ന സ്ഥാനം ആശാരിയുടെ ആ പ്ലാൻ സ്ഥാനം ഉണ്ടായിരുന്നു. വീട്ടിന്റെ ഇവിടെയാണ് കിണർ എന്നുള്ള ആ സ്ഥാനം, അല്ലാതെ വേറെ സെപ്പറേറ്റ് ആയിട്ട് കുറ്റിയൊന്നും അടിച്ചില്ല. പിന്നെ ആദ്യം തന്നെ കുഴിച്ച് മണ്ണൊക്കെ ആരാ എടുക്കുന്നേ? മണ്ണ് ഞാൻ പുറത്തേക്ക്, അതായത് എന്റെ അനുജന്റെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി തട്ടുകയായിരുന്നു. ആദ്യം നമുക്ക് തന്നെ എടുത്തിട്ട് അങ്ങോട്ട് തട്ടാം അല്ലെ? അതെ. ഇങ്ങനെ കുഴിയിൽ നിന്നും മേലോട്ട് എടുത്ത് പിന്നെ വണ്ടിക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. മൊത്തത്തിലുള്ള ലാസ്റ്റ് ആണ് വണ്ടിക്ക് കൊണ്ടുപോയത് അല്ലെ? അതെ. ഈ എന്തായാലും കുറച്ചിപ്പോ നമ്മളെ ഒരാൾ ആഴത്തിൽ വരെ എന്തായാലും മണ്ണ് നമുക്ക് എടുത്തിട്ട് പുറത്തേക്ക് തട്ടാം. തട്ടാൻ അതിന് ശേഷമുള്ള മണ്ണ്
അത് ഇവിടെ ഒരു കപ്പി കുഴിച്ചിട്ടു, അല്ല കപ്പിയല്ല, 2 കുറ്റി വലിക്കാൻ വെച്ചു. ഇത് കപ്പി ഇട്ടു. ഇത് കപ്പിയും കയറിലൂടെ, അതായത് 10 ലിറ്ററിന്റെ പെയിന്റിന്റെ ബക്കറ്റ് ഇട്ടു. അങ്ങനെ ആ ബക്കറ്റിലേക്ക് കോരി മേലോട്ടേക്ക് നിറച്ചു കൊടുത്തു. നിങ്ങൾ തന്നെ? ഞാൻ തന്നെ. അങ്ങനെ കുട്ടികൾ വലിച്ചു. അങ്ങനെ മണ്ണ് കരക്കി. അങ്ങനെയാണ് മണ്ണ് കരക്കി. പിന്നെ നമുക്ക് ആഴം പോകുന്തോറും, താഴോട്ട് പോകുന്തോറും കുറെ ബുദ്ധിമുട്ടാവൂലേ? ഇല്ല, ബുദ്ധിമുട്ടില്ല. ഇത് ഈ വെള്ളം കാണുന്നുള്ള ഒരു ജിജ്ഞാസയും ഒരു വാശിയിലും ഞാൻ ഇങ്ങനെ എനിക്ക് അതിനോട് ഒരു പൊഴുതാനുള്ള ഒരു താല്പര്യം വർദ്ധിച്ചു വരികയാണ്. ആരോടും വാശിയുണ്ടോ? ആരോടും വാശിയല്ല, സ്വയം എങ്ങനെയെങ്കിലും വെള്ളം കണ്ടുപിടിക്കണം എന്നുള്ള ഒറ്റ ഒരു ചിന്ത. നമ്മളൊന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ അറ്റം കണ്ടിട്ട് തിരിച്ചു വരുന്നുള്ള ഒരു ദൃഢനിശ്ചയം അല്ലേ? അപ്പൊ പിന്നെ കുറെ താഴുമ്പോൾ മണ്ണ് എടുക്കാൻ കുറെ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം ചെറിയ കുട്ടികളായാലും വലിച്ചെടുക്കാൻ കുറെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അത് കുറച്ച് ഞാൻ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ എനിക്ക് കുട്ടികളെ മേലെ നിന്ന് വലിക്കുമ്പോ ഉള്ളിലൊരു ഭയം ഉണ്ടായോ? അത് ചെറിയ കുട്ടികളല്ലേ. അതെ. ഒരാൾ 8ാം ക്ലാസ്സിലും ഒരാൾ 10ാം ക്ലാസ്സിലും വന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ അവർക്ക് മണ്ണ് കൊടുത്തിട്ടുള്ളൂ. അവര് നല്ല സപ്പോർട്ടായിട്ട് തന്നെ കൂടെ തന്നെ നിന്നിട്ട് വലിച്ച്. അതെ, അവർ വളരെയധികം സപ്പോർട്ടായിരുന്നു. അവരുടെ ഒറ്റയൊരു സപ്പോർട്ട് കാരണമാണ് വിജയിച്ചത്. ഇത് ശരി. എയർപോർട്ടിൽ വർക്കുണ്ട്, ജോലി ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഇടക്ക് എങ്ങനെയാണ് അതിന്റെ ഇടക്ക് എങ്ങനെയാണ് ഇതൊക്കെ കുഴിക്കാനുള്ള സമയം കിട്ടുന്നത്? അതായത് മോർണിംഗ് ഷിഫ്റ്റില് ഡ്യൂട്ടി ആണെങ്കിൽ ഉച്ചക്ക് 2:30 ശേഷം കേന്ദ്രം, എന്നിട്ട് ഒരു 5:30 വരെ ഇത് കുഴിക്കും. അതായത് ഉച്ച ഷിഫ്റ്റ് വരുന്നെങ്കിൽ രാവിലെ ഒരു 8:30 ഇറങ്ങും, പിന്നെ ഒരു 10:30 വരെ. അങ്ങനെ. അപ്പൊ ഈ തുടങ്ങിയത് മുതൽ ഒടുക്കം വരെ വെള്ളം കാണുന്നവർ ഇതിന്റെ പിന്നാലെ തന്നെ എങ്ങനെയെങ്കിലും ഊണിൽ ഉറക്കില് ഈ വെള്ളം ഈ ഒരു ചിന്ത മാത്രം അല്ലെ? അപ്പൊ വെള്ളം കണ്ടിട്ട് എന്ത് തോന്നി ആ ഒരു നിമിഷം? ഒരു വല്ലാത്ത വൈകാരിക നിമിഷമായിരുന്നു. വിജയിച്ചു വന്നു അല്ലെ? അപ്പൊ അതുകൊണ്ട് പായസമൊക്കെ വെച്ചല്ലേ? എങ്ങനെയാണ് മധുരം? ബിരിയാണിയാ വെച്ചത്. ആദ്യത്തെ വെള്ളത്തോണ്ട് ബിരിയാണിയാ വെച്ചത്. ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ ഇതിന്റെ അകത്ത് തന്നെയാണ് കൊടുക്കുന്നത്. കുടിക്കാനെടുക്കും, പക്ഷെ ഒരു ചെറിയൊരു മണ്ണിന്റെ ചൊയ്യുണ്ട്, ഒരു ചെറിയ കലക്കുമുണ്ട്. പുതിയ വെള്ളമായതുകൊണ്ട് കുറച്ച് കലക്കുമല്ലേ? ഞാനിപ്പോ കിണറിന്റെ അകം കാണിക്കാൻ പോവുകയാണേ. കണ്ടോളൂ. ഇത് കണ്ട? യാ റബ്ബേ, ഇതിന്റെ ആഴമുണ്ടല്ലോ. ശരിക്കും എനിക്ക് ഇവിടുന്ന് നോക്കുമ്പം ശരിക്കും പേടിയായിരുന്നു. കാരണം ശരിക്കും 3-2 അങ്ങനെ കണക്കൊന്നുമില്ല അല്ലെ ഖാദർ? ഇല്ല, കണക്കൊന്നും ഇല്ലാണ്ട് ചെയ്ത അല്ലെ? അതെ. ഇതിപ്പം ചെറിയൊരു ഈ അമ്പലത്തിലെ മണിക്കിണർ പോലെ ഉണ്ട്. ഇതിന്റെ ഇത്രയും ആഴത്തിലെത്തിയിട്ട് അവിടുന്നും ഇദ്ദേഹം തന്നെയാണ് ഈ മണ്ണ് കോരിക്കൊടുത്തതും. ഖാദറെ, ഇപ്പം അവിടുന്ന് മണ്ണ് ചെറിയ കുട്ടിയൊക്കെ വിളിക്കാൻ പറ്റൂല്ലോ? അത് ഞാൻ ഉപയോഗിക്കുന്ന 10 ലിറ്ററിന്റെ ബക്കറ്റാണ്. അതിന്റെ പകുതി മാത്രമേ കോരി കൊടുക്കുള്ളൂ. എന്നിട്ട് കുട്ടികൾ തന്നെ ഇത്രയും കറക്ക് കയറ്റി? അതെ, കുട്ടികൾ മാത്രം. അല്ല, ഖാദർ അവിടുന്ന് താഴേന്ന് വലിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, കുട്ടികളെ വലിച്ചു. അവിടെയായിരുന്നു മറ്റേ അവിടെ ഒരു കുറ്റി വെച്ചിട്ടല്ലേ? അതെ. എന്തായാലും സാഹസികനാണ്. ഒന്നുകൂടി ഞാൻ കിണർ കാണിച്ചു തരാം. എന്റെ അമ്മച്ചി കുറ്റിന്റെ ഭയങ്കരം തന്നെ. എത്ര കോല് കുഴിഞ്ഞേരാന്ന് വെള്ളം കണ്ട്? ഒരു 22-23ാമത്തെ കോലിലേക്ക് വരുമ്പോഴാണ് വെള്ളം കണ്ടത്. വെള്ളം കണ്ടിട്ട് പിന്നെ കുറച്ചേ കുഴിച്ചിട്ടുണ്ടാവും അല്ലെ? അതെ, അധികം കുഴിച്ചില്ല. പിന്നെ വീട്ടുകാർക്ക് ഒരു പേടി, കയറി വരുമ്പോ ഉള്ള ഒരു ബുദ്ധിമുട്ടെല്ലാം കണ്ട് അവർക്ക് ഒരു ഭയം ഉണ്ടായി. ഈ 23 കോല് നമ്മൾ കയറി വരണം, ഇറങ്ങുകയും വേണം അല്ലെ? ആ സമയത്ത് ബുദ്ധിമുട്ട് എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് ഈ ആയം കൂടുന്തോറും ഒരു കൊതപ്പ് ലാസ്റ്റോട്ട് താഴോട്ട് ഇറങ്ങുമ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ താഴെ നിന്ന് നോക്കുമ്പോൾ മുകളിൽ എന്തോ ഒരു ചെറിയൊരു വട്ടയല്ലേ കാണും, അത്രേ ഉള്ളൂ. എന്നുവെച്ചാല് മഴക്കാറുണ്ടെങ്കിൽ തീരെ കാണൂല. എത്ര മാസമായി ഇത് കുഴിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ? ജനുവരി 10-ാം തീയതിയാണ് കുഴിക്കാൻ തുടങ്ങി. ഏകദേശം ഇപ്പൊ ഒരു 2 ആഴ്ചയായി വെള്ളം കണ്ടിട്ട്. 2 ആഴ്ചയായി വെള്ളം കണ്ടിട്ട് 2 ആഴ്ചയായി പണി നിർത്തിയിട്ടില്ല. അതെ. അപ്പൊ ഇത്രയും ഏകദേശം ഒരു 3-3.5 മാസം. അതെ, അല്ലേ? പിന്നെ നോമ്പിന് കുറച്ച് ലീവാക്കി. 1 മാസം ലീവ് ഉണ്ടോ? അതെ, ഒരു 2-3 ആഴ്ച.
അപ്പൊ നോമ്പെടുത്തിട്ട് എന്തായാലും ഇങ്ങനത്തെ പണി ചെയ്യാൻ അതൊന്നും ഇത്രയും കടും ചൂട്ടത്തുമല്ല. ആ സാധാരണ നമ്മൾ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ പടയുണ്ടല്ലോ, പടയെത്താൻ ആളെ വിളിക്കുന്നു കേട്ടിട്ടുണ്ട്. അതായത് സ്വന്തമായിട്ടുള്ള കിണർ കുഴിക്കുന്ന ചെറിയ ചെറിയ കിണറിലും കുഴിച്ച ആൾക്കാർ അറിയാം, അവർ ഈ പട ചെത്താൻ ആളെ വിളിക്കാറുണ്ട്. അങ്ങനെ പടയെത്താനൊന്നും ആളെ വിളിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇനി ഒരാളും ഇല്ല, ഇത് ഞാൻ തന്നെ സ്വയം എല്ലാം ഇങ്ങനെ കുഴിച്ച് അങ്ങനെ പോവുകയായിരുന്നു. അതെ, പടയെത്തിയിട്ടൊന്നും കാണുന്നില്ല. അപ്പൊ ഈ ഇത്രയും ആഴത്തില് ഭയങ്കര സംഭവം തന്നെ. പിന്നെ നമ്മള് പഞ്ചായത്തിലൊന്നും കൊടുത്തിട്ടില്ലേ? ഇല്ല, പഞ്ചായത്തിലൊന്നും കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടില്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെപ്പറ്റി അറിയില്ല, അതിന്റെ കാര്യം ആരും പറഞ്ഞൊന്നുമില്ല അല്ലെ? ചിലപ്പോ പഞ്ചായത്തിലും കൊടുത്ത ചിലപ്പോ കിണറിലും കിട്ടുമായിരുന്നു. അതുപോലെ ഇപ്പം മറ്റേ പൈപ്പെല്ലാം ഉണ്ടല്ല? പൈപ്പ് എന്ന് പറയുമ്പോ പഞ്ചായത്ത് തരുന്നൊരു പൈപ്പ് ലൈനില്ലേ? ഇത് ജപ്പാൻ കുടിവെള്ള പദ്ധതിന്റെ ഒരു പൈപ്പ് ഉണ്ട് ഇതില് തന്നെ. ഇങ്ങനെ വന്ന അവിടെയാണ് കണക്ഷൻ. അത് കുടിച്ച് അതിനെപ്പറ്റി പറഞ്ഞില്ല. അത് കുടിച്ചിട്ടാണ് കുട്ടികൾക്കെല്ലാം പറഞ്ഞാല് ബുദ്ധിമുട്ട് വരുന്നത്. ബുദ്ധിമുട്ട് ഇല്ല, എന്നാലും അതൊരു ബ്ലീച്ചിന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അതെ, എന്തായാലും ഒരു ചൊവ്വേന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. നിവൃത്തിയിലെ കുടിച്ചേ പറ്റും. എന്തായാലും ഇങ്ങനെ ഒരു കിണർ കുഴിച്ച് ഇത് ശരിക്കും നാട്ടിലാരും അറിയില്ലേ? നാട്ടില് ഒരു വക അറിയാം. ഇദ്ദേഹത്തെ ഒരു മൊമെന്റ് എങ്കിലും കൊടുത്തൂടെ ചങ്ങായിമാരെ? കാരണം ഇത്രയും ആളുകൾ നിങ്ങളെല്ലാം വന്ന് നോക്കണം. ഈ നാട്ടിൽ എല്ലാവരും അറിയാന്നേ ഉള്ളൂ. അതായത് ഒരു കിണർ കുഴിച്ചു ഇത്ര പോലെ ആളുള്ള എന്നേ അറിയും. പക്ഷെങ്കിൽ ഇവിടെ വന്നിട്ട് നോക്കണം അതിന്റെ ആഴം. ആ കുഴിച്ചെടുത്ത ഒരു എന്താ പറയണ്ട, ഇത്രയും താഴ്ചയെന്ന് മണ്ണ് കോരി കൊടുത്തിട്ട് മണ്ണ് പുറത്തെത്തിക്കുന്ന ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് പിടിച്ചാണ്. പിന്നെ വേറെ എന്തും പണിക്ക് പോകുന്നുണ്ട് എയർപോർട്ട് അല്ലാണ്ട്? ഞാനൊരു മരത്തൊഴിലാണ്, മരപ്പണീന്റെ ഒരു തൊഴിലാളിയാണ്. ലോഡിങ്, അത്യാവശ്യം മര അടുപ്പിക്കല്, അങ്ങനെയുള്ള കാര്യം. ഈ എയർപോർട്ടിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കിണർ കുഴിക്കണം, എയർപോർട്ടിൽ പോകണം, മരപ്പണി ചെയ്യണം. അപ്പൊ ഇതെല്ലാം കൂടി എങ്ങനെയാണ്? എല്ലാം കഴിഞ്ഞിട്ടുള്ള ആ സമയങ്ങളിലാണ് ഞാനിത് ചെയ്തിരുന്നത്. ടൈം വേസ്റ്റ് ആയി പോകുന്ന ആ ടൈമിൽ ടൈം വേസ്റ്റ് ആകുന്നില്ല അല്ലെ? അങ്ങനെയുള്ള ആക്കെ വിജയം എന്തായാലും ഉണ്ടാവും. പിന്നെ എല്ലാവരും കുടുംബക്കാരുള്ള ഈ വെള്ളം കണ്ടപ്പോ ഭയങ്കര സന്തോഷത്തിൽ. കുടുംബക്കാർ എന്ന് പറയുമ്പോൾ നമ്മളെ ഭാര്യയും മക്കളുമാണ്. അപ്പൊ അവരെല്ലാം ഈ വെള്ളം കണ്ട സമയത്ത് ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര സന്തോഷമാണ്. കാരണം അവരുടേതായ ഒരു പ്രയത്നം കൂടിയാണല്ലോ ഇതിന്റെ പിന്നിൽ, അവർക്കല്ലേ അതിന്റേതായ സന്തോഷം. അതെ, ഈ കുടിവെള്ളം അതായത് എപ്പം കുടിവെള്ളം എല്ലാ ദിവസവും വരുമോ? ഇല്ല, ആഴ്ചക്ക് ഒരു 2 ദിവസം ലീവ് കട്ടായി പോകുന്നുണ്ട്. ബാക്കി എല്ലാ ദിവസങ്ങളിലും കിട്ടും. പക്ഷെ നമ്മളെ സ്വന്തം കിണറ്റില് ഡെയിലി നമുക്ക് വിളിച്ചെടുക്കാം, ആ ഒരു സന്തോഷം. അതെ അതെ, അതായത് കുടിക്കാൻ വിശ്വാസം അല്ല, യോഗ്യമായ ഒരു വെള്ളം ഉള്ളത് കൊണ്ട് സന്തോഷം. അതെ, ചെറുപ്പത്തിൽ എന്താ ചെയ്ത്? ചെറുപ്പത്തിൽ ഞാൻ ഒരു 18 വയസ്സിൽ 5.5 മില്ലാണ്, നാഷണൽ ടിമ്പർ എന്ന് പറഞ്ഞ മില്ലായിരുന്നു. പിന്നെ അത് ഒരു 18 വർഷം അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എയർപോർട്ടിൽ ജോലി ചെയ്യണം. എയർപോർട്ടിൽ നമ്മൾ പറഞ്ഞു 3 വർഷം 2 വർഷം 3 വർഷം 2.5 വർഷമായി. 2.5 വർഷമായി. അപ്പൊ എന്തായാലും ഇപ്പം നല്ല സന്തോഷത്തിലാണ്. പിന്നെ കുടുംബത്തെ പറ്റി നമ്മൾ പറഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലെ? മക്കള് എടുക്കുന്നുണ്ട്, മണ്ണ് എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. വീട്ടിലാരൊക്കെ ഉള്ളത്? വീട്ടിൽ ഞാൻ, ഭാര്യ, എന്റെ മക്കൾ. പിന്നെ ഒരു വലിയൊരു കാര്യം, ആള് ചില്ലറക്കാരനല്ല എന്ന് പറഞ്ഞല്ലോ. കിണർ വഴി മാത്രമല്ല, മരംപിടി മാത്രമല്ല, നന്നായിട്ട് പാട്ട് പാടും. നമുക്കൊരു പാട്ട് 1 2 പാട്ടെങ്കിലും തീർച്ചയായിട്ടും പാടിക്കണം. അത് ഫുള്ളായിട്ട് പാടുന്നില്ലെങ്കിൽ 2 വരി 4 വരി അങ്ങനെ പാടിക്കണം. ഒരു പാട്ട് പാടാം നമുക്ക്. നിൽക്കാം. ഏത് പാട്ടാ ആദ്യം പാടുന്നത്? നമ്മുടെ ദാസപ്പൻ പാടിയ കുരിശ് വരച്ചാലും അല്ലേ? അപ്പൊ അതിന്റെ ഒരു 4 വരി, എത്ര വരിയാന്ന് അറിയാന്ന് വെച്ചാൽ അത്രയും പാടിക്കാം. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നമസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന്, ദൈവമൊന്ന്, ദൈവമൊന്ന്. ഹൃദയം ദേവാലയം, ഹൃദയം ദേവാലയം, പോയ വസന്തം നിറമാല ചാർത്തും ആരണ്യ ദേവാലയം, മാനവ ഹൃദയം ദേവാലയം. ഒരു കാറ്റിനോളണം, ഒരു പാട്ടിൻ നീളം കേൾക്കണം, എൻ കാതിൽ വന്നു കഥ ചൊല്ലണം,
എന്റെ കാട്ടുചോല കിളി കനവാക്കും കടൽ നീണ്ടി കര കാണാതൊരു നാളും മഴമുകിലായി ഞാൻ പാടാം എന്റെ ഓലഞ്ഞാലി കിളിയേ. പാട്ട് പഠിച്ചിട്ടുണ്ടോ? അയ്യോ, പാട്ടൊന്നും പഠിച്ചില്ലപ്പ. ഞാൻ ഈ ചെറുപ്പം മുതലുള്ള റേഡിയോ സംഗീതം അങ്ങനെ കേട്ടിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ. അപ്പൊ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗായകരുടെ കൂട്ടത്തില്? ഞാൻ പണ്ട് കേൾക്കുന്ന ഒരു സ്ഥലത്തിന്റെ ഉടമ നമ്മളെ ഗായകൻ യേശുദാസ് സാറാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകളോട് വളരെയധികം മതിപ്പാണ്. അതിപ്പോ ഒരുപാട് ആരാധന അല്ലെ? അപ്പൊ ഇനി പാട്ടിപ്പം പ്രായത്തിന് കണക്കൊന്നുമില്ല കേട്ടോ. പാട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കാം. മാത്രമല്ല, നിങ്ങൾ എയർപോർട്ടിലെ ജോലിക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കൊണ്ട് മാക്സിമം പാടിക്കുക. അതുപോലെ തന്നെ ഈ നമ്മുടെ നാട്ടിലെ കല്യാണങ്ങളിലൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ട്, ഒരു പാട്ട് പാടിക്കാതെ വിടരുത്. കുറച്ച് നേരത്തെ പറഞ്ഞ ബാത്റൂം സിംഗർ എന്ന് പറഞ്ഞു. ശരി, ചില ആളൊക്കെ അങ്ങനെയായിരിക്കും, അവസരങ്ങൾ കിട്ടാത്തയും ഒക്കെ കൊണ്ട് പാടാനുള്ള മടി കൊണ്ടും ഒക്കെ ആയിരിക്കും. എന്തായാലും ഇദ്ദേഹം നന്നായിട്ട് പാടിയിട്ടുണ്ട്, നിങ്ങൾ കേട്ടല്ലേ. അപ്പോൾ എയർപോർട്ടിലും നാട്ടിലും ഉള്ളവരെല്ലാവരും ഇദ്ദേഹത്തെ ഉപയോഗിക്കാൻ മറക്കരുത്. പിന്നെ വേറെന്താ, നമ്മളെന്തായാലും ഹാപ്പി ആയിട്ടെല്ലാം പാട്ടും എല്ലാം പാടി നന്നായിട്ട് വീഡിയോ ചെയ്തല്ലേ. നമ്മുടെ വിപിനോട് എന്താ പറയാ? പ്രിയപ്പെട്ട വിപിൻ, പറഞ്ഞു പ്രിയപ്പെട്ട എല്ലാ പറഞ്ഞോ. വിപിനെ, നമ്മുടെ ഗോപാൽജി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വളരെയധികം എല്ലാം വ്യക്തമായും കണ്ടീഷനായിട്ടും വീഡിയോ എടുത്തിട്ടുണ്ട്. എന്നെ കൊണ്ട് ഒരു പാട്ടും പാടിപ്പിച്ചു. ഒന്നല്ല 2-3 പാട്ടൊക്കെ പാടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ 23 കോല ആഴം ഉള്ള കിണർ കുഴിച്ച്. അതെ, ഈ 3.5 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇതുവരെ ഒരു പോറൽ പോലും, ഒരു ശരീരത്തിന്റെ ഒരു പോറൽ പോലും സംഭവിച്ചില്ല. ഒരു തുള്ളി എങ്ങനെ ചുണ്ടൻ പേരിൽ പൊട്ടുകയോ അല്ലെങ്കിൽ ഒന്നും സംഭവിച്ചില്ല. വിശ്വാസിയാണോ? വിശ്വാസിയാണോ? അപ്പൊ ദൈവം താങ്കളുടെ കൂടെ തന്നെയുണ്ട്. കാരണം ഇത്രയും കണ്ടാ പേടിച്ചു പോകുന്ന ഒരു കിണറിൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ ദൈവം നല്ല മനസ്സിന്റെ ഉടമയും കൂടി ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല ശുദ്ധ വെള്ളമൊക്കെ കിട്ടി ഇനി സന്തോഷത്തിൽ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നതൊക്കെ എന്തായാലും നല്ല മനസ്സും അതുപോലെ അത്യാവശ്യം ദൈവവിശ്വാസിയും ഒക്കെ ആയതുകൊണ്ടായിരിക്കും. എന്തായാലും ഇതേപോലെ തന്നെ ഏറ്റവും വലിയ ആഗ്രഹം ഇനി എന്തെങ്കിലും ഉണ്ടോ? ആഗ്രഹം എന്ന് പറയുമ്പോൾ എന്റെ വീടിലൊന്ന് നല്ല സെറ്റാകണം എന്നുള്ള ഒരു ആഗ്രഹം, വേറെ ഒന്നും ഇല്ല. എന്തായാലും നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ വീടെല്ലാം നമുക്ക് സെറ്റാക്കാം അല്ലെ. പിന്നെ ആരെങ്കിലും സഹായത്തിനൊന്നും ഒന്നും ഇല്ല, അതൊന്നും ഇല്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇല്ല. എന്തായാലും ഇതേപോലെ തന്നെ ഐശ്വര്യപൂർണമായ നല്ലൊരു കുടുംബജീവിതം നയിക്കാനുള്ള എല്ലാവിധ ആശംസകളും ഞാനും കൂടി നേരുന്നു. അപ്പോ നമ്മുടെ സ്വന്തമായ കിണർ, ഇനിയിപ്പോ മഴ വരുമ്പെന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടാവും അല്ലെ. ഇഷ്ടം പോലെ വെള്ളത്തിൽ ആ ഒരു സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള എല്ലാ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ എയർപോർട്ടിലും പിന്നെ മരപ്പണിയൊക്കെ ആയിട്ട് തുടർന്ന് സന്തോഷത്തോടു കൂടി ജീവിക്കുക. എന്തായാലും ഈ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. നല്ലൊരു മനസ്സിന്റെ ഉടമയാണെന്ന് ഇപ്പം കണ്ടപ്പോഴും പരിചയപ്പെട്ടപ്പോഴും തോന്നി, മനസ്സിലായി. അപ്പോൾ എല്ലാവിധ ആശംസകളും ഇദ്ദേഹത്തിന് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം കേട്ടോ. ഈ വീഡിയോ കാണുന്ന ഞാൻ എന്നും പറയും പോലെ 10 ആളെ കാണുന്നുണ്ട്, 10 ആള് ഇദ്ദേഹത്തിന് സപ്പോർട്ട് ഉണ്ടാവണം. നല്ലൊരു മനുഷ്യനാണ്. അപ്പൊ നമുക്ക് വിപിനോടൊരു എന്തെങ്കിലും പറയണ്ടേ? വിപിന്റെ പ്രധാനപ്പെട്ട ഒരു ചങ്ങായിയാണ്, നല്ലൊരു ഗായകനും, അതായത് മനുഷ്യന്മാരോട് ഒരു നല്ല ഒരു പെരുമാറ്റമുള്ള ഒരു വ്യക്തിയാണ്. അതെ, എല്ലാവരും അങ്ങോട്ടേക്ക് ഒരു ഹായ് പറഞ്ഞ് എല്ലാവരും ജോയിൻ പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ വിപിനോട് എന്നാ പറയണ്ടത്? കുറച്ച് പാട്ടൊക്കെ പാടി. അതെ, നമ്മുടെ വിപിനോട് എന്താണ് പറയാനുള്ളത്? പ്രിയപ്പെട്ട വിവി, ഗോപാൽജി എന്നെ കൊണ്ട് 2-3 പാട്ടൊക്കെ പാടിപ്പിച്ചു. വീഡിയോ നീയും നല്ലൊരു ഗായകനാണെന്ന അദ്ദേഹം പറഞ്ഞ അത് എനിക്ക് അറിയുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് ഗോപാൽജി ഹാപ്പി ആണെന്നാ പറയുന്നത്. അതുകൊണ്ട് നീ ഇല്ലാതെ ഈ പ്രോഗ്രാം ആയതുകൊണ്ട് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. എന്നാലും എനിക്ക് ഡ്യൂട്ടിയെല്ലാം കൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരുപാട് താങ്ക്സ് ഉള്ളതാണ് ഗോപാൽജിയെ പരിചയപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഇവിടെ വന്ന് വീഡിയോ എടുത്ത വിപിൻ എന്തായാലും നന്നായിട്ട് പാടിയിട്ടുണ്ട്. പാട്ടിനെ ഒന്ന് മുകളിലോട്ട് കൊണ്ടുവരാൻ നോക്കണം. നിങ്ങളെല്ലാം സപ്പോർട്ടോട് കൂടി അല്ലേ പാടണം. അവസരം കിട്ടിയെടുക്കുന്നു പാടണം, മറക്കരുത്. ഇത്രയും നല്ലൊരു കലാകാരൻ ഉണ്ടായിട്ട് നാട്ടിലൊന്നും അറിയുന്നില്ല.
പാട്ടുകാരനാണെന്ന് അല്ലേ? വിപിനെ ഗോപാൽജി ഇവിടെ വന്നിട്ടുണ്ട്, പിന്നെ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. ഗോപാൽജിക്ക് സന്തോഷമായി, അതേപോലെ എനക്കും വളരെയധികം സന്തോഷമായി. ഞാൻ നന്ദി പറയും വിപിനോടാണ്. അപ്പൊ എല്ലാവരും എയർപോർട്ട് പണിയെടുക്കുന്ന ഒരുപാട് ആൾക്ക് ചിലപ്പോൾ ഇത് കാണാൻ ചാൻസ് ഉണ്ട് അല്ലെ? എല്ലാവർക്കും നല്ലത് തന്നെ പറയാൻ അല്ലെ? അപ്പൊ വിപിൻ എന്നോട് മിഞ്ഞാന്നാണ് വിളിച്ചു പറയുന്നത്, ഗോപാൽജി നല്ലൊരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന്റെ വീഡിയോ എന്തായാലും എടുക്കണം എന്ന് പറയുന്നു. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോയിൽ വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപാലും നമ്മുടെ സ്വന്തം ഖാദർ വീണ്ടും കാണാം അല്ലെ? കാണണ്ടേ? കാണണം.